ഇസ്രായേൽ ഗാസയിൽ ഇപ്പോൾ നടത്തിയ നരനായാട്ട് മനുഷ്യക്കുരുതിയും തന്നെയല്ലേ? താങ്കൾക്ക് എങ്ങനെ ഇത് കണ്ണുപൂട്ടി സപ്പോർട്ട് ചെയ്യുന്നു? ഈ ചോദ്യം എല്ലാം തെറ്റാണ്. ഒന്ന്, ഞാൻ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒന്ന്, എന്റെ കണ്ണ് പൂട്ടിയിരിക്കുകയല്ല. ഞാൻ ഇസ്രായേൽ അവിടെ ബോംബിംഗ് നടത്തുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത്? ഞാൻ പറയുന്ന യുദ്ധം നിർത്തണമെന്നാണ്. ഇത് കേട്ടോളൂ. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ CA ഫാക്കൽറ്റി DN എന്ന് പറയുന്ന വ്യക്തിയാണല്ലോ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അങ്ങയോട് ഞാൻ പറയുന്നു, എന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ യുദ്ധമേ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ബിക്കോസ് നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം നിഷ്ഠൂരമായിട്ടുള്ള ഒരു കശാപ്പാണ് ഒക്ടോബർ 7 ഉണ്ടായത്. അതിനുശേഷമുള്ള തിരിച്ചടി യഥാർത്ഥത്തിൽ നേരിടുന്നതിന് പകരം സ്വന്തം ജനതയെ കുരുതി കൊടുക്കുകയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ദികളെ പിടിച്ചുകൊണ്ടുവന്ന് എന്തിനാണ്? നിങ്ങൾ അവിടെ പോയി 1200 കൊന്നു, കുറെ പേരെ റേപ്പ് ചെയ്തു, കത്തിച്ചു, കഴുത്തറുത്തു, വെട്ടിക്കീറി, കത്തിക്കരിച്ചു. ഓക്കെ, നിങ്ങൾ ഈ ബന്ദികളെ പിടിച്ചുകൊണ്ടുവന്ന് എന്തിനാണ്? ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് ഇവിടെ വെക്കുമ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ഒളിച്ചിരിക്കുകയും നിങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുകയും കരിഞ്ചന്ത വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ ബന്ദികളെ പിടിച്ചുകൊണ്ടെന്ന് വെച്ചത്? ആ ജനതയെ ദ്രോഹിക്കാനല്ലേ? അവർക്ക് നിങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്ര നീചമായിട്ട് പെരുമാറുന്ന ഒരു ഭീകര സംഘത്തെ അവരോട് ഈ ബന്ദികളെങ്കിലും വിട്ടയക്കും. ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ പറയും മര്യാദയാണ് കാണിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ആദ്യത്തെ ലൈവ് ഞാൻ ചെയ്ത് ആലോചിച്ചു. ഞാൻ അന്നേ പറഞ്ഞത് എന്താണ്? ഈ കാണിച്ചിരിക്കുന്നതിന് ഈ ഗാസൻ ജനതയെല്ലാം ഈ ഹമാസിന്റെ മൈൻഡുള്ളവരല്ല. ഹമാസിനോട് അനുകൂലമുള്ളവരുണ്ടാവും, നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാവും, എതിരുള്ളവരുണ്ടാവും, ന്യൂട്രൽ ആയിട്ടുള്ളവരുണ്ടാവും. ഇവരെല്ലാം ഈ കളക്റ്റീവ് പണിഷ്മെന്റ്, കളക്റ്റീവ് റിവാർഡിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് എതിരാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഹു അറ്റാക്ട്? ഹമാസ് അറ്റാക്ട്. ആരാണ് ഇത് കൊണ്ടുവന്ന് കുത്തിയത് പ്ലഗ്? അവൻ തന്നെ വലിച്ചൂരണം. അങ്ങനെയല്ലേ? യുദ്ധം തുടങ്ങിയാണല്ലേ? ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം. ആരാണ്? യുക്രൈൻ യുദ്ധം നിർത്തിയാൽ മതിയോ? അപ്പൊ അടി കൂടുതൽ കിട്ടും. ശരി, യുക്രൈൻ യുദ്ധം നിർത്തിയാൽ യുദ്ധം തീരുമോ? ഇസ്രായേലും യുദ്ധം നിർത്തി കഴിഞ്ഞാൽ തീരില്ല. കാരണം ഇതിനകത്ത് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ തിരിച്ചുകൊണ്ടുവരാനായിട്ടാണ് ഇസ്രായേലി ജനത അവരുടെ സൈന്യത്തോട് പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് ദം ബാക്ക് എന്നുള്ളതാണ് മുദ്രാവാക്യം. ഗെറ്റ് ദം ഹോം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ആർമി എന്തിനാണ്? IDF ആണ്. ഇസ്രായേൽ ഡിഫെൻഡിങ് ഇസ്രായേൽ ആണ് അവർ. അമേരിക്ക ഇട്ടിരിക്കുന്ന വാർ മിനിസ്ട്രി അല്ല, ഡിഫൻസ് ആണ് അവർ. അപ്പൊ അവരൊക്കെ കൊണ്ടുവരേണ്ടി വരും. അത് നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഞാൻ പറയുന്നു, ഐ എം അഗൈൻസ്റ്റ് ദ വാർ, ഐ എം അഗൈൻസ്റ്റ് ദ ബോംബിംഗ്, ഐ വാണ്ട് ദ വാർ ടു എൻഡ്, ഐ വാണ്ട് ദ ഹമാസ് ടു റിലീസ് ദ ഹോസ്റ്റേജസ്. വെരി ക്ലിയർ. ഡു ഐ നീഡ് ടു ബി ക്ലിയറർ ദാൻ ദാറ്റ്? പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുൾ 110% ഉത്തരവാദി ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ആശയങ്ങൾ വരുന്ന പുസ്തകങ്ങളും സാഹിത്യങ്ങളുമാണ്. ഇതൊരു ഫാക്ട് ആണ്. നിങ്ങൾ എത്ര തകർന്ന് മറിഞ്ഞു പറഞ്ഞാൽ ഇതാണ് ഫാക്ട്.